ചുറ്റിക കൊണ്ട് ഈ 3 പേരുടെയും തലയ്ക്ക് ആക്രമിക്കുകയായിരുന്നു. 3 പേരെയും ആദ്യത്തെ മുറിയിലാണ് അനിയന്റെ മൃതദേഹം കണ്ടത്. അതിന് അടുത്ത മുറിയിലായി പെൺകുട്ടിയുടെ മൃതദേഹം കാണുന്നു. എങ്ങനെ സാധിക്കുന്നതാ നിങ്ങൾക്കൊക്കെ? ഉമ്മയെ കഴുത്ത് ധരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അതിൽ പരാജയം കണ്ടപ്പം ചുറ്റികയെടുത്ത് തലക്കടിച്ചു കൊല്ലുന്നു. മരണം ഉറപ്പിച്ചതിന് ശേഷം നേരെ അവിടെ നിന്നും ഉപ്പയുടെ ഉമ്മ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ഉപ്പയുടെ ഉമ്മയെ കൊല്ലുന്നു. ശേഷം ഉപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയും താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ഇരുവരെയും കൊലപ്പെടുത്തുന്നു. തിരിച്ചു നേരെ സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. 3:30-4 മണിയോടുകൂടി അനിയൻ സ്കൂള് കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അനിയനെ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി കഴിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തി അവനെയും തലക്കടിച്ചു കൊല്ലുന്നു. സ്വന്തം വീട്ടിൽ നിന്നും ട്യൂഷൻ എന്ന പേരും പറഞ്ഞ് പ്രതിയുടെ വീട്ടിലേക്കെത്തിയ കൂട്ടുകാരി എന്ന കാമുകിയെയും മുകളിൽ റൂമിൽ വെച്ച് തലക്കടിച്ചു കൊല്ലുന്നു. ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ചെയ്തു വെച്ച് കുളിച്ച് കുട്ടപ്പനായി എലിവശം കഴിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവുന്നു. ഇതെല്ലാം ചെയ്തു കൂട്ടിയതിന്റെ പിന്നിലെ മോട്ടീവ് എന്ന് ജനങ്ങൾ ഉൾപ്പെടെ സംശയിക്കുന്നത് 2 കാര്യങ്ങളാണ്. 1, കാമുകിയോടുള്ള ബന്ധത്തിന് വീട്ടുകാരുടെ എതിർപ്പ്. 2, കൊറോണ കാലത്ത് ബാപ്പയുടെ ബിസിനസ്സുകൾ ഉണ്ടാക്കി വെച്ച കടബാധ്യതകൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഉണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ടുകൾ. ഈ പറഞ്ഞ 2 കാരണങ്ങളായിരുന്നെങ്കിലും അവിടെയും ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്തിനായിരിക്കണം വല്യുമ്മയെ കൊന്നത്? എന്തിനായിരിക്കണം ഉപ്പയുടെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും കൊന്നത്? എന്തിനായിരിക്കണം കാമുകിയെ കൊന്നത്? ചെയ്യാനുണ്ടായ മോട്ടീവ് എന്തോ ആവട്ടെ, എങ്ങനെയാടാ നിനക്ക് ആ കുഞ്ഞനിയനെ തലക്കടിച്ച് കൊല്ലാൻ തോന്നിയത്? ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ആ ഉമ്മയെ എങ്ങനെയാടാ ചുറ്റികൊണ്ട് നിനക്ക് അടിക്കാൻ സാധിച്ചത്? ഉമ്മ ഇതുവരെ മരണപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ തുടരുന്നു എന്നാണ് അറിഞ്ഞത്. എന്താണെങ്കിലും മരണം കൊണ്ട് എന്ത് ബാധ്യതകളിൽ നിന്നാണ് നീ രക്ഷപ്പെട്ടത്? ആരെയാണ് നീ രക്ഷപ്പെടുത്തിയത്? എങ്ങോട്ടാണ് ഈ ലോകത്തിന്റെ പോക്കൊന്നും മനസ്സിലാവണില്ല.